ഹലോ, ഞാനിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. മൈദമാവ്, പഞ്ചസാര, സോഡാപ്പൊടി, ഉപ്പ്, പിഞ്ചുപ്പ്, 2 മുട്ട ചേർത്ത് ഒരു 4 മണി പലഹാരം. ഇനി ബാക്കിയെല്ലാം മാവെല്ലാം കുഴച്ചിട്ട് കാണിക്കുന്നതാണ്. ഒരു കപ്പ് തൈര്, ഒരു കപ്പല്ല, 1/2 കപ്പ്. കപ്പ് തൈര്, പഞ്ചസാര ഒരു 5 കരണ്ടി, 5 കരണ്ടി പഞ്ചസാര, 3 കരണ്ടി മതി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയും തൈരും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിപ്പിച്ചതാണ്. പഞ്ചസാര പൊടിപ്പിച്ച് വെച്ചാണ് ചെയ്യുക. അപ്പോൾ അവിടെ പൊടിപ്പിക്കാതെ ചെയ്താൽ അതിനില്ല. നമ്മൾ 2 മുട്ട അടിച്ച് പതച്ചെടുത്ത് നമ്മളതും കൂടെ അതിൽ കൂടെ ചേർക്കണം. ഒഴിക്കുക. 2 മുട്ട അടിച്ച് പതപ്പിച്ചതാണ് ഇതിൽ കൂടെ ചേർക്കുക. എളുപ്പ പരിപാടിയാണ്, പെട്ടെന്ന് മിക്സ് ചെയ്യുക. തൈരും പഞ്ചസാരയും പിന്നെ ഒരു പിഞ്ചുപ്പ്, അത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് പഞ്ചസാര, ഉപ്പ്, മാവ് നമ്മൾ ഈ തൈരിനനുസരിച്ചുള്ള മാവാണ് ഉണ്ടായിരുന്നത്. തൈര് എത്ര എടുത്തോ അത്രയുള്ള മാവ് എടുത്ത് മിക്സ് ചെയ്യുക. അരക്കപ്പ് മാവ് നമ്മൾ ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്യണം. മാവ് കട്ട പിടിക്കാതെ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ കലക്കുക. നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്. ഗ്യാസിൽ അടുപ്പിൽ ഈ പോലത്തെ ഒരു തവ വെച്ചിട്ട് ആവി പോകാൻ പാടില്ല. ഈ ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം അത് ഇളവാൻ വേണ്ടി മാത്രം മതി. ഇല്ലെങ്കിൽ എണ്ണ വേണമെങ്കിൽ നല്ലതാണ്. നല്ല ചൂടാകണം. ചെറിയ തീയിലിട്ടാണ് ഇത് എടുക്കാൻ, ഒരുപാട് തീ പാടില്ല. ഇതിപ്പോൾ 2ആയിട്ട് നമുക്ക് ഒഴിക്കാം, 1ആയിട്ടല്ല, 2 ഉണ്ടാക്കാം. ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ നോക്കിക്കൊള്ളണം. മിനിറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇടയ്ക്ക് നോക്കണം. ആവി ഒരു ശകലം പോകാനും പാടില്ല, തീ കൂടാനും പാടില്ല. ഇങ്ങനെ പൊങ്ങി വരും. ഇത്ര സമയമേ ഉള്ളൂ. കരിഞ്ഞു പോകാൻ നോക്കണം. നല്ല സമയം നമ്മൾ മൂടിയിട്ട് ഒരു പാകം കൂടെ, അത്രയും സമയം വേണ്ട. ഞങ്ങളെ ഈ പലഹാരം തയ്യാറായിട്ടുണ്ട്. ഈ തൈരും മൈദമാവും പഞ്ചസാരയും സോഡാപ്പൊടി, മുട്ട, അത് ഇത്രയും കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. വലിയവർക്കും കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ല സോഫ്റ്റാണ് സാധനം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള, ഇതെല്ലാം നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം.